ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഒരു സുപ്രധാനപ്പെട്ട ടോപ്പിക്കിനെ പറ്റിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയോട് കൂടി RBI ഒരു പ്രധാന നിർദ്ദേശവുമായി വന്നിരുന്നു. അതായത് കോർപ്പറേറ്റ് ഹൗസുകൾക്ക് ബാങ്കിങ് ലൈസൻസ് കൊടുക്കുന്നു എന്നതായിരുന്നു RBIയുടെ നിർദ്ദേശം. എന്താണ് ബാങ്കിങ് ലൈസൻസ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. ബാങ്കിങ് ലൈസൻസ് എന്നാൽ ഇന്ത്യയിൽ ബാങ്കുകൾ തുടങ്ങുന്നതിനുള്ള ലൈസൻസാണ് ബാങ്കിങ് ലൈസൻസ്. എന്താണ് ഒരു ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ആ നിക്ഷേപങ്ങളെ കൂടിയ പലിശയ്ക്ക് ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ബോറോവേഴ്സിന് കൊടുക്കുന്നു. ഇതാണ് ബാങ്കുകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡെപ്പോസിറ്റേഴ്സിന് കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട്, ഈ ഇക്കണോമിയിൽ ആവശ്യക്കാർക്ക് പണം ആവശ്യമുള്ളവർക്ക് ആ പണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ, ഞാനൊരു ബാങ്കിൽ പണം നിക്ഷേപിക്കണമെന്ന് ഉണ്ട് എങ്കിൽ ആ ബാങ്കിനെ പറ്റി എനിക്ക് 100% വിശ്വാസം ഉണ്ടാവണം. അതായത് എൻ്റെ ക്യാപിറ്റൽ എനിക്ക് തിരിച്ചു കിട്ടുമെന്നും അതേപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് അവർ പേ ചെയ്യുമെന്നും. ഈ രണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയുള്ളൂ. ബാങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലെയുള്ള പല നിക്ഷേപകർ, കാരണം ആരുടെ കയ്യിലാണോ എക്സസ് ക്യാഷ് ഉള്ളത് അവരാണ് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുക. ഈ എക്സസ് ക്യാഷ് ഉള്ളവർക്ക് എല്ലാം ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ എന്തുണ്ടാവണം? വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസമില്ല എങ്കിൽ ആ ബാങ്കിങ് സിസ്റ്റം വളരെ ഫ്രാജൈലായിരിക്കും. അതായത് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാവുന്നതായിരിക്കും. അങ്ങനെ ഒരു ഫ്രാജൈലായിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടാവുകയാണ് എങ്കിൽ എക്കണോമി തന്നെ തകർന്നു പോകും. ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എക്കണോമിയിലേക്ക് പണത്തെ പമ്പ് ചെയ്യുക എന്നതാണ് ഈ ബാങ്കുകളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ എക്കണോമി നല്ല രീതിയിൽ ഫംഗ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ എക്കണോമി ഫംഗ്ഷൻ ആവണമെങ്കിൽ കറക്റ്റായിട്ട് ബാങ്കുകളിലേക്ക് നിക്ഷേപകരുടെ പണം വരണം. ആ വന്ന പണത്തെ ബാങ്കുകൾ വളരെ കറക്റ്റായിട്ട് ബോറോവേഴ്സിലേക്ക് എത്തിക്കുകയും വേണം. ഇത് രണ്ടും നടന്നെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ മാത്രമല്ല ഏതൊരു എക്കണോമിയും നല്ല പോലെ എഫിഷ്യൻ്റായിട്ട് ഫംഗ്ഷൻ ആവുകയുള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരികെ വരാം. ഞാൻ RBI ആണെന്ന് കരുതുക. ഞാൻ എല്ലാവർക്കും ബാങ്കിങ് ലൈസൻസ് കൊടുക്കുകയാണെന്ന് കരുതുക. ബാങ്കിങ് ലൈസൻസ് കൊടുത്തവരിൽ ഒരു 10 ഫ്രോഡ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവർ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചെന്ന് കരുതുക. എന്നിട്ട് മുങ്ങിയെന്ന് കരുതുക. ആ ബാങ്കുകൾ എന്ത് പറ്റും? പെട്ടെന്ന് തകർന്നു പോകും. അങ്ങനെ ബാങ്കുകൾ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ ആളുകൾക്ക് ആ ബാങ്കുകളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആ ബാങ്കുകൾ കാരണം മറ്റു ബാങ്കിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു വിശ്വാസം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. അതായത് ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? RBI ഒരിക്കലും ബാങ്കുകൾ അത്ര പെട്ടെന്ന് തകരാൻ സമ്മതിക്കാറില്ല. ഈ അടുത്ത് നടന്ന യെസ് ബാങ്ക് ക്രൈസിസ് തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. യെസ് ബാങ്കിൽ ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി. അവരുടെ ലോസസ് ഒക്കെ പെട്ടെന്നൊരു ദിവസം RBIക്ക് മനസ്സിലായി വലിയ ലോസുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. യെസ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലൊക്കെ വളരെ വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം RBIക്ക് മനസ്സിലായതിന് ശേഷം RBI ആ ബാങ്കിനെ തകരാൻ വിട്ടില്ല. മറിച്ച് ആ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ SBIയോട് RBI ആ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുക, ആ ഡെപ്പോസിറ്റേഴ്സിന് പണം തിരികെ കൊടുക്കാനും ഡെപ്പോസിറ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് നിലനിർത്താനുമാണ് ശ്രമിച്ചത്. ഇത് യെസ് ബാങ്കിൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ മറ്റൊരു ബാങ്കുണ്ട്, ലക്ഷ്മി വിലാസ് ബാങ്ക് എന്നൊരു ബാങ്ക്. ഈ ബാങ്കിലും ഇതേപോലെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാങ്ക് ചെറിയ ക്രൈസിസിലായിരുന്നു. എന്നിരുന്നാലും RBI ആ ബാങ്കിനെ ഒരു റെസ്ക്യൂ മിഷനിലൂടെ ഒരു കൊളാപ്സ് ആവാതെ നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ പല ബാങ്കുകളും പഴയകാലത്ത് ഇങ്ങനെ തകരാറായപ്പോൾ RBI അവയെല്ലാം ബെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്.
ബാങ്കുകളെ രക്ഷിക്കുന്നതിന് പണം കൊടുത്ത് ബാങ്കുകളെ കൊളാപ്സിൽ നിന്ന് രക്ഷിക്കുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് ബെയിൽ ഔട്ട് പ്രോസസ്സ് എന്ന്. ഇത് RBIയും ഗവൺമെൻറ്റും ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കോൺഫിഡൻസ് ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമുക്കിനി ടോപ്പിക്കിലേക്ക് ഒന്നുകൂടെ കടന്നില്ല. എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഹൗസുകൾക്ക് ഇതുപോലെ ബാങ്കിങ് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ അളവ് നോക്കുമ്പോൾ 140 ലക്ഷം കോടി രൂപയാണെന്നാണ് പറയുന്നത്. ഈ 140 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് കോർപ്പറേറ്റ് ഹൗസുകൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ഹൗസുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് അഥവാ കടം എടുക്കുന്നത്. കടങ്ങളെല്ലാം എടുക്കുന്നത് ഈ കോർപ്പറേറ്റ് ഹൗസുകളാണ്. കാരണം അവർക്ക് എപ്പോഴും പണത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് 2018 വരെ ഏകദേശം 3 ലക്ഷം കോടിയോളം കടങ്ങളുണ്ടായിരുന്നു. അദാനി ഗ്രൂപ്പിന് ഇപ്പോഴും ഏകദേശം 90,000 കോടി രൂപയുടെ കടമുണ്ടെന്നാണ് കണക്ക്. ഇതേപോലെ തന്നെ പല വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്കും ലക്ഷക്കണക്കിന് കോടികളുടെ കടങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവർക്ക് തന്നെ ബാങ്കിങ് ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ, ഏറ്റവും വലിയ ബോറോവേഴ്സാണ് കോർപ്പറേറ്റ് ഹൗസസ്, അവർക്ക് തന്നെ ബാങ്കിങ് ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ബാങ്കിങ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് തങ്ങളുടെ തന്നെ ബാങ്കിൽ നിന്ന് വലിയ വലിയ തുകകൾ എടുക്കാൻ തുടങ്ങിയേക്കാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് കൊണ്ടിടുന്ന പൈസ അവരെടുത്തു തുടങ്ങും. അപ്പോൾ അതിനാണെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് പോലും ശരിയായിട്ട് ബാങ്കുകൾ ചെക്ക് ചെയ്യണമെന്നില്ല. ഇവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇവർക്ക് എലിജിബിലിറ്റി ഇല്ലാതെയും അവരുടെ തന്നെ ബാങ്കല്ലേ, അപ്പോൾ അവർക്ക് ലോണുകൾ കൊടുത്തേക്കാം. ഇങ്ങനെ ലോണുകൾ കിട്ടുമ്പോൾ ഇതൊരു എക്കണോമിയിൽ ഒരു വലിയ പ്രോബ്ലമായി പിന്നീട് മാറാം. ഈ പ്രോബ്ലത്തെ പലരും ഇറ്റ്സ് ആൻ ആറ്റം ബോംബ് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ പല ബാങ്കുകളും പിന്നീട് ഇനി ഫ്യൂച്ചറിൽ 1-2 ബാങ്കുകളായിരിക്കില്ല, നിരവധി ബാങ്കുകൾ തകർന്നു തുടങ്ങാം. അപ്പോൾ RBIയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല. ഇതാണ് എല്ലാവരും ഈ ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള രഘുറാം രാജനായാലും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഭയക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ഈ ഒരു അവസ്ഥ ശരിക്കും ഒരു പറയുന്നതിനകത്ത് കുറേയൊക്കെ കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രഘുറാം രാജനെ പോലെ ഒരാൾ അദ്ദേഹം 2008 മുതൽ തന്നെ 8-ന് ശേഷം ഇന്ത്യയുടെ RBI ഗവർണറായിട്ട് ഇരുന്ന ആളാണ്. അപ്പോൾ 2008 റിസഷൻ ഉണ്ടാകുമെന്ന് ആക്യുറേറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ് രഘുറാം രാജൻ. സോ ഇങ്ങനെയുള്ള ഇക്കണോമിസ്റ്റുകൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്നാണ് എല്ലാ ആളുകൾക്കും, എല്ലാ ഇൻഡസ്ട്രി സ്പെഷ്യലിസ്റ്റിനും, ബാങ്കിങ് ഇൻഡസ്ട്രി സ്പെഷ്യലിസ്റ്റിനും തോന്നുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ വളരെ ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക്, കോർപ്പറേറ്റ് ഗ്രൂപ്പ്സിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നിക്ഷേപങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അധികാരം കൂടി അവർക്ക് വരും. ഇതൊരു മോണോപൊളിസ്റ്റിക് സിറ്റുവേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു നിർദ്ദേശം വന്നതിന് ശേഷം എക്കണോമിസ്റ്റും അതേപോലെ തന്നെ കുറേ ബാങ്കിങ് സ്പെഷ്യലിസ്റ്റും പറയുന്ന മേജർ കൺസേൺസ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് എന്താണെന്നാൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു നീക്കം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കുറേ പബ്ലിക് സെക്ടർ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ലാത്ത പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കാൻ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ആളുകൾക്ക്, കോർപ്പറേറ്റ് ഗ്രൂപ്പ്സിന് കൊടുക്കുകയാണ് എങ്കിൽ അതൊരു ഇറ്റ് വിൽ ബി ഓപ്പണിങ് എ പണ്ടോറാസ് ബോക്സ് എന്നുള്ളൊരു കാര്യം കൂടി ഈ രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള ഇക്കണോമിസ്റ്റ് പറയുന്നു. ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് എത്രമാത്രം ഫലപ്രദമായെന്ന് നോക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബാങ്കുകളുടെ പ്രവർത്തനം എന്ന് പഠിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം
ബാങ്ക്സ് ആർ ദ ഹാർട്ട്സ് ഓഫ് ദ എക്കണോമി. ഇവരെ ബ്ലഡ് വെസൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഐ ഫീൽ ദേ ആർ ദ ഹാർട്ട്സ് ഓഫ് ദ എക്കണോമി. കാരണം പലയിടങ്ങളിലേക്ക് പണം എന്ന് പറയുന്ന ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന, എക്കണോമിയുടെ പല സ്ഥലങ്ങളിലേക്ക് പണം എന്ന് പറയുന്ന ഈ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ശരിക്കും ബാങ്കുകളാണ്. സോ ദേ ആർ റിയലി ഇൻഡീഡ് ദേ ആർ ദ ഹാർട്ട്സ് ഓഫ് ദ എക്കണോമി. സോ അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം എല്ലാവരും ഉണ്ടാക്കുക. എല്ലാവരും ബാങ്കിങ് ന്യൂസുകളെല്ലാം വായിക്കുക. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇതോടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.